ഇതൊക്കെ എവിടെയല്ല എലഹങ്കയിൽ നമ്മൾ എയർ ഷോ കാണാൻ വന്നിട്ടില്ല. ഇത് പാർക്കിംഗ് ആട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറ്റ പാർക്കിംഗ് ഉള്ളൂ. അങ്ങനെ ഇത് നമ്മൾ എയറോ ഇന്ത്യൻ്റെ സ്റ്റാളിൻ്റെ അടുത്ത് എത്തി. ഏതായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇതിൻ്റെ വിശേഷങ്ങളാണ്. എയറോ ഷോ, ഫൈറ്റർ ജെറ്റ്, അവർക്ക് ആകാശത്തിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു സംഭവമായിരിക്കും. എയർ ഷോ ഏകദേശം ഇത് കിടിലായിരിക്കും. 2 hours എയർ ഷോ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. വെയിറ്റിങ്ങിലാണ്. ഒരു 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എയർ ഷോ സ്റ്റാർട്ടാവും. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിത് എലഹങ്കയിലെ രാവിലെ തന്നെ 6 മണിക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് വിട്ടു. പിന്നെ ഇത് നോക്കി എവിടെയല്ല എലഹങ്കയിൽ നമ്മൾ എയർ ഷോ കാണാൻ വന്നിട്ടില്ല. ഇത് പാർക്കിംഗ് ആട്ടോ. ഇത് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത് ഞാൻ വിചാരിച്ചു പാർക്ക് ചെയ്യാൻ നേരെ എയർ ഷോ കാണാൻ പോവാൻ. പക്ഷെ അങ്ങനെയൊന്നല്ല സംഭവം. പിന്നെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് വേറെ ഒരുപാട് ബസ്സുണ്ട് പുറകിൽ. ആ ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് എയർ ഷോ കാണാൻ പോവാൻ. അതുകൊണ്ട് ഇന്ന് മൊത്തം ഒരു പുതിയ എക്സ്പീരിയൻസാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറ്റ പാർക്കിങ്ങേ ഉള്ളൂ. ഒരു പാർക്കിംഗ് ഇവിടെ നമ്മൾ എല്ലാ QR കോഡ് സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാകുമ്പോൾ അവർ ഉള്ളിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേ ഷട്ടിൽ സർവീസ് ഷോ കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരുപാട് ബസ് ഉണ്ടാവും. തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരാമെന്നാണ് പറഞ്ഞത്. ഇവിടെ മൊത്തം ചെക്കിങ് നടക്കുന്നത്. ഇവരെ ഷട്ടിൽ സർവീസ് എയർ ഷോന്റെ അവിടം വരെ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. അപ്പം അവിടം വരെ ഇല്ല. പിന്നെ നമ്മൾ കുറച്ച് നടന്ന് അവരെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പം. അങ്ങനെ അടുത്ത ചെക്ക് പോയിന്റിലെത്തി. ഇവിടെ നമ്മളെ ആധാർ കാർഡോ ഏതാണ് കൊടുത്തതെന്ന് വിചാരിച്ചാൽ അവർ വെരിഫൈ ചെയ്തിട്ടില്ല, കടത്തിവിടും. അങ്ങനെ ഇപ്പോഴാണ് ഒരു എക്സിബിഷൻ്റെ വൈബ് വന്നത്. അപ്പോൾ ഒരുപാട് പോസ്റ്ററുകളും അതൊക്കെ കാണാൻ തുടങ്ങി. ഇവരെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ബിൽഡിങ്ങാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഞാൻ തന്നെ 7 മണിക്ക് എത്തിയായിരുന്നു. അതുകൊണ്ട് ആളങ്ങനെ ഭയങ്കര റഷ് ഉണ്ടായിരുന്നില്ല എത്തിയ സമയത്ത്. പിന്നെ
കഴിഞ്ഞാണ് ഇങ്ങനെ റഷ് കൂടിയത്. നല്ല രസമുണ്ട്. അതിൻ്റെ മുന്നിലെ ഗാർഡനും എല്ലാം അടിപൊളിയായിട്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇന്ന് മാത്രമേ ഇങ്ങനെ കയറി പോകാൻ പറ്റത്തുള്ളൂ. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റി. നമ്മളെ മോദിജീൻ്റെ ഫോട്ടോ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഒരുപാട് സ്ഥലത്തുണ്ട്. ഇതിലും ഫോട്ടോ ആയത്. ഹായ്, അങ്ങനെ ഇതാ നമ്മൾ എയ്റോ ഇന്ത്യൻ്റെ സ്റ്റാളിൻ്റെ അടുത്ത് എത്തി. ഇവിടെ എക്സിബിഷൻ ഉണ്ട്. എക്സിബിഷൻ കൂടാണ്ട് എയർ ഷോവും ഉണ്ട്. നമ്മൾ ഈ എയർ ഷോ എന്ന് പറയുന്നത് ഇത് 15ാമത്തെ എയർ ഷോ ആണ് ബാംഗ്ലൂരിൽ. എവറി 2 ഇയേഴ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് മുന്നിലൊന്നും വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഫുള്ളി എക്സൈറ്റ്മെന്റിലാണ്. രാവിലെ വന്ന് പാർക്കിങ്ങിലാണ്ട് ഒരു ടെൻഷനായി പോയി. പിന്നെ അതെല്ലാം കൊണ്ട് കുറച്ച് ഓടി. ഏതായാലും നമ്മൾ ഉള്ളിലെത്തി. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏതായാലും എന്താ പറയുക, ഈ ഒരു എയർ ഷോ ഇതിന് മുന്നിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട്. ഏകദേശം 100-ലധികം കൺട്രീസിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എയർ ഷോ ആണിത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ എയർ ഷോ ആണ് പറയുന്നത്. അത് നമ്മളെ ബാംഗ്ലൂരിൽ വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ഇത് കാണാൻ വേണ്ടി വന്നത്. 2500 റുപ്പീസാണ് ഇതിൻ്റെ എൻട്രി. പിന്നെ ചില ഡിഫൻസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ കോളേജ് കുട്ടികളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇതിൻ്റെ വിശേഷങ്ങളാണ്. എയറോ ഷോൻ്റെതും നമ്മൾ എന്താ പറയുക മൊത്തം എന്താ പറയുക എയർക്രാഫ്റ്റ്, ഫൈറ്റർ ജെറ്റ്, അവർക്ക് ആകാശത്തിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു സംഭവം ആയിരിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് കാണാം. ആൾക്കാരൊക്കെ വന്ന് സീറ്റ് പിടിക്കുന്ന ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇനേക്ക് ഒരുപാട് ചെക്കിംഗ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്ത് വിടുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഒരു ചെക്ക് പോയിന്റിലായുള്ളത്. ഇത് ലാസ്റ്റത്തെ ചെക്ക് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് എക്സിബിഷൻ്റെതാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉള്ളിൽ. പക്ഷെ ഇപ്പം കയറുന്നില്ല. നമ്മൾ എയർ ഷോ 9 o'clock സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എയർ ഷോ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോകുമ്പം ഇത് കാണുന്നതായിരിക്കും ബെറ്റർ. എയർ ഷോ ഏകദേശം ഇത് കിടിലായിരിക്കും. 2 hours എയർ ഷോ ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എയർ ഷോൻ്റെ അടുത്ത് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്.
വൈറ്റ് ഓർക്കസ്ട്രേൻ്റെ ആണ്. എയർഫോഴ്സിൻ്റെ ആർമി മാൻമാരുടെ ഗ്രൂപ്പായിട്ട് അവർ ഓർക്കസ്ട്ര നടത്തുന്നുണ്ടായിരുന്നു സൈഡിൽ. അടിപൊളിയായിരുന്നു എന്തായാലും കേൾക്കാൻ. രക്ഷയില്ലാട്ടാ, ഞെട്ടി. 2500 കൊടുത്താലും നമ്മുടെ ഈ ഒരു സംഭവമാണ് കേട്ടോ, വെറുതെ അല്ല. ഈ 2500 ഇവർ വെച്ചിരിക്കുന്നത് ഭയങ്കര റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ. എന്നുവെച്ചാൽ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക, നമ്മൾ കംപ്ലീറ്റ് ഡിഫൻസിൻ്റെ എല്ലാ എയർക്രാഫ്റ്റും നിരത്തി നിർത്തിയിട്ടില്ല, ലേറ്റസ്റ്റ് മോഡലും എല്ലാം. അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. ഇനിയിപ്പം എയർ ഷോന് ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ്. ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ എയർ ഷോ സ്റ്റാർട്ടാവും.